ആ രാത്രി രാജീവ് എടുത്ത തീരുമാനം ഒറ്റ നിമിഷത്തിൽ ഉണ്ടായതല്ല. അത് ഉറക്കെ പറഞ്ഞ ഒരു വാക്കുമല്ല, ഉടൻ നടപ്പാക്കിയ ഒരു തീരുമാനവുമല്ല. പക്ഷേ ആ രാത്രിയിൽ തന്നെ അവൻ്റെ മനസ്സിൽ ഒരു തെറ്റായ ചിന്ത ആദ്യമായി സ്ഥാനം പിടിച്ചു. ഉറങ്ങാൻ ശ്രമിച്ചിട്ടും രാജീവിന് ഉറക്കം വന്നില്ല. മുറിയിലെ ഫാൻ മുകളിലൂടെ കറങ്ങിക്കൊണ്ടിരുന്നു. അതിൻ്റെ ശബ്ദത്തിനൊപ്പം അവൻ്റെ ചിന്തകളും കറങ്ങുകയായിരുന്നു. കടം. അവൻ എത്ര ശ്രമിച്ചാലും ആ വാക്ക് മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. ഈ കടം എങ്ങനെയെങ്കിലും തീർക്കണം, അവൻ സ്വയം പറഞ്ഞു. പക്ഷേ എങ്ങനെ എന്നതിന് അവന് ഒരു മറുപടിയുമില്ലായിരുന്നു. അടുക്കളയിൽ മായ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് ദിവസം തുടങ്ങി. ചായയുടെ വെള്ളം തിളക്കുമ്പോൾ അവൾ മക്കളുടെ യൂണിഫോം ഒരുക്കി. പുസ്തകങ്ങൾ ബാഗിൽ വെച്ചു. വാട്ടർ ബോട്ടിൽ മേശപ്പുറത്ത് വെച്ചു. ഇതെല്ലാം ചെയ്യുമ്പോഴും അവളുടെ മനസ്സിൽ ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു. രാജീവ് ഇന്നലെ മുതൽ വളരെ മൗനമാണ്. അവൾ അത് ചോദിച്ചില്ല. കാരണം അവൾക്കറിയാം, ചിലപ്പോഴൊക്കെ ഒരു പുരുഷന് മൗനം അവൻ്റെ മാത്രം ആയുധമാണ്. അമ്മേ, ഇന്ന് സ്കൂളിൽ ഫീസ് അടക്കണം. മകളുടെ വാക്കുകൾ മായയെ ഒരു നിമിഷം നിശ്ചലമാക്കി. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. അമ്മ നോക്കും മോളെ, അവൾ പറഞ്ഞു. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു. എങ്ങനെ? രാജീവ് ഇനിയും കിടക്കയിൽ തന്നെയായിരുന്നു. മായ അവൻ്റെ അരികിൽ വന്ന് പതുക്കെ പറഞ്ഞു, ചായ തയ്യാറായി. അവൻ എഴുന്നേറ്റില്ല. കുറച്ചു കഴിയട്ടെ. അവൻ്റെ ശബ്ദത്തിൽ ഒരു ക്ഷീണമുണ്ടായിരുന്നു. ശാരീരികമല്ല, മനസ്സിൻ്റെ ക്ഷീണം. അരുൺ അന്നത്തെ ദിവസം മുൻപത്തേക്കാൾ നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി. ഷർട്ട് ഇസ്തിരി ചെയ്യുമ്പോൾ ലത ചോദിച്ചു, ഇന്നെന്താ ഇത്ര നേരത്തെ? ബാങ്കിൽ കുറച്ച് ജോലിയുണ്ട്, അരുൺ പറഞ്ഞു. അത് അവന് എളുപ്പമുള്ള ഒരു മറുപടിയായിരുന്നു. ലത കൂടുതലൊന്നും ചോദിച്ചില്ല. അവൾ ഭർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നവളായിരുന്നു. ചില വിശ്വാസങ്ങൾ സ്ത്രീകളെ അറിയാതെ തന്നെ നിസ്സഹായരാക്കും. ബാങ്കിൽ അരുൺ ഫയലുകൾ തുറന്നു. പക്ഷേ അവൻ്റെ ശ്രദ്ധ അവിടെയില്ലായിരുന്നു. രാജീവിൻ്റെ മുഖം അവൻ്റെ മുന്നിൽ വന്നു. കുനിഞ്ഞ തല, മൗനം. അരുൺ മനസ്സിൽ പറഞ്ഞു, ഇവൻ ഈ കടം ഒരിക്കലും തിരിച്ചു തരാൻ പറ്റില്ല. ആ ചിന്ത അവൻ്റെ ഉള്ളിൽ ഒരു വിചിത്രമായ സന്തോഷമുണ്ടാക്കി. സഹായിച്ചവൻ ഇനി നിയന്ത്രിക്കുന്നവനായി മാറുന്ന ഘട്ടം. വൈകുന്നേരം അരുൺ രാജീവിൻ്റെ വീട്ടിലേക്ക് വന്നു. വാതിൽ തുറന്നത് മായയായിരുന്നു. വരൂ, അവൾ പതിവ് പോലെ പറഞ്ഞു. അരുൺ വീട്ടിനകത്ത് കയറുമ്പോൾ ചുറ്റും നോക്കി. വീട് നിശബ്ദമാണ്. രാജീവ് സോഫയിൽ മിണ്ടാതെ ഇരിക്കുകയാണ്. രാജീവ്, അരുൺ വിളിച്ചു. രാജീവ് തല ഉയർത്തി. അവൻ്റെ കണ്ണുകളിൽ ഉറക്കമില്ല. ഇനി എന്താണ് നിന്റെ പ്ലാൻ? അരുൺ നേരെ ചോദിച്ചു. ആ ചോദ്യം രാജീവിൻ്റെ നെഞ്ചിൽ ഒരു കുത്തുപോലെ തട്ടി. അത് ഞാൻ ശ്രമിക്കുകയാണ്, രാജീവ് പറഞ്ഞു. അവൻ്റെ ശബ്ദം തളർന്നിരുന്നു. അരുൺ ചിരിച്ചു. ശ്രമം, അതിനി മതി. അവൻ്റെ ശബ്ദം മൃദുവായിരുന്നു, പക്ഷേ അർത്ഥം കടുപ്പമുള്ളതായിരുന്നു. മായ അടുക്കളയിൽ നിന്നും ഈ സംഭാഷണം കേട്ടു. അവൾ പുറത്തേക്ക് വന്നില്ല. കാരണം അവൾക്ക് തോന്നി, ഇത് പുരുഷന്മാരുടെ കാര്യമാണ്. അവൾക്കറിയില്ലായിരുന്നു ആ സംഭാഷണം അവളുടെ ജീവിതം മാറ്റാൻ പോകുകയാണെന്ന്. ആ രാത്രി രാജീവ് വീണ്ടും ഉറങ്ങാതെ കിടന്നു. മായ അവൻ്റെ അരികിൽ ഉറങ്ങുകയായിരുന്നു, വിശ്വാസത്തോടെ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു ഭാര്യ, ഒരമ്മ. അവൻ്റെ നെഞ്ചിലൊരു വേദന ഉയർന്നു. ഇല്ല, ഇത് പറ്റില്ല, അവൻ സ്വയം പറഞ്ഞു. പക്ഷേ നിസ്സഹായത ആ വാക്ക് മറച്ചു കളഞ്ഞു. അവൻ എഴുന്നേറ്റ് മുറിയിൽ നടന്നു. ജനാല തുറന്നു. പുറത്ത് നിശബ്ദമായ തെരുവ്. അവൻ്റെ മനസ്സിൽ ആ തെറ്റായ ചിന്ത വീണ്ടും തല ഉയർത്തി. ആ ചിന്തയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവന് കഴിഞ്ഞില്ല. ആ രാത്രി രാജീവ് അറിയാതെ തന്നെ ഒരു വഴിയിലേക്ക് നടക്കാൻ തുടങ്ങി. അത് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരു വഴിയായിരുന്നു.